ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുധോമ ബ്ലോഗ്സിന്റെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ ഇരിക്കുന്ന എന്റെ കാലിന് ചെറിയൊരു വേദന, ഇച്ചിരി നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ യാത്രയും കറക്കമൊക്കെ? ചേട്ടയുടെ ഫ്രണ്ട് നാളത്തെ ഒരു എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം കേരളക്കാരനാണ്, അവിടെ പോയി താമസിച്ചാണ്. അപ്പം നമ്മുടെ ഒരു പഴയ ബന്ധങ്ങൾ വെച്ചാണ് ഞങ്ങൾ പോയത്. അതെ. അപ്പോൾ 2 ദിവസം അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെയും ഫാമിലിയുടെ കൂടെയും പിള്ളേരുടെ കൂടെയും അമ്മയുടെ കൂടെയും ഒക്കെ നമുക്ക് സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റി. അതെ. നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നു. നന്ദി, അതിന് ഭയങ്കര നന്ദി ഉണ്ടാക്കി. നമ്മൾ കടപ്പാടുണ്ട്. അപ്പം നമുക്ക് ഒരു മുട്ടായി മേടിച്ച് തരുമ്പോൾ അവരെ മറക്കരുതില്ല. സത്യം. നമുക്ക് നേരത്തെ ഒന്നും നമുക്ക് ഇതുപോലെ പോകാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പോയിടും, അത്രേ ഉള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്തം. തമിഴും തുടങ്ങി. തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം എനിക്ക് വായിക്കാനും അത്യാവശ്യം എഴുതാനും അത്യാവശ്യം സംസാരിക്കാനും അറിയാം. എനിക്കറിയത്തില്ല കേട്ടോ, ഒന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ബസ്സിന്റെ ബോർഡൊക്കെ നോക്കട്ടെ. അതെ, ബസ്സിന്റെ ബോർഡും ഒക്കെ നോക്കി നല്ല അടിപൊളിയായി കയറിപ്പോക്കോളും, ഒരു കുഴപ്പമില്ല. തിരിച്ച് ഞങ്ങളെ ആൾക്കാർ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ തമിഴ് സംസാരിക്കുമ്പോൾ നമുക്കൊരു മര്യാദ കൊടുത്ത് വേണം സംസാരിക്കാൻ. ഭാഷ ഒരു പ്രത്യേക ഇതുണ്ട്. തമിഴിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പറയുന്ന വാക്കുകൾ ചിലപ്പോൾ മാറിപ്പോയാലൊക്കെ അല്ലേ. നമ്മള് പറയുന്നത് നമ്മൾ ഇവർക്ക് ശരിയാണ്, പക്ഷെ അത് അവരുടെ ഇതിൽ മര്യാദ ഇല്ലാത്ത ഇതായിപ്പോ. ഇങ്ക വാങ്ങേ, ഇങ്ക പോങ്കെ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദ ഇത്. ഇങ്ക വാങ്ങോ, അങ്ങനെ ഒരു മര്യാദ ഉള്ള വാക്കുകളുണ്ട്. അതിപ്പോ നമ്മള് അവരെ അവഗണിക്കുന്നതല്ല, അവര് വിചാരിക്കും നമ്മള് അറിയത്തില്ലാതെ പറയുന്നതാണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ അങ്ങനെയല്ല, അറിയത്തില്ലെന്ന് അവർക്ക് അറിയാലോ. മലയാളികളിൽ നിന്ന് ഈ പിന്നെ കൂട്ടിച്ചേർത്ത് തമിഴ് പറയുമ്പോഴേ അവർക്കറിയാം, അറിയത്തില്ല എന്നറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ലേ. അവിടെ പോയി കഴിയുമ്പോൾ ഈ തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കടയിലോ ഒരു ഷോപ്പിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സാധനം മേടിക്കാനായിക്കോട്ടെ, അല്ല ബസ്സിലായിക്കോട്ടെ, എവിടെ കയറിയാലും സാർ അല്ലേ, അവർ സാർ കൂട്ടി സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ചോദിച്ചാൽ നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കി തരാനും. അന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയ ബസ്സിൻ്റെ കണ്ടക്ടറിനോട് ചേട്ടാ ചോദിച്ചു കേട്ടോ, പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നത്, എപ്പോഴാണ് ഞങ്ങൾ അവിടെ ആ സ്റ്റോപ്പിൽ തന്നെ നിന്നാൽ വരുമോ, ഇത്ര മണിക്ക് എത്തുമോ, എല്ലാം നല്ല ഇതായിട്ട് പറഞ്ഞു കൊടുത്തു. എല്ലാം പറയുമ്പോൾ ഓരോ വാക്ക് പറയുമ്പോഴും എത്തും. അതെ അതെ അതെ, ഓരോ നേരം മറന്നില്ല തന്നെ ഡ്രൈവർ കണ്ടക്ടർ സംസാരിച്ചിട്ട്. അതെ. അപ്പം അങ്ങനെയുള്ളൊരു ഒത്തിരി ബഹുമാനത്തോടെ ജീവിക്കുന്ന ഒരു പറ്റ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ കുറെ ആൾക്കാർ ഇങ്ങനെ. എല്ലായിടത്തും ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് എപ്പോഴും നമുക്ക് ഒരു ബഹുമാനം തരുന്ന ആൾക്കാരാണ്. അതല്ല, അവരുടെ ട്രാൻസ്പോർട്ടിന്റെ കണ്ടക്ടറും ഡ്രൈവറും ആണ് നോക്കി അവര് വിളിക്കുക, തേനി ഉസിലപ്പെട്ടി അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു കണ്ടക്ടർ ഏതെങ്കിലും സ്റ്റേഷനിൽ വിളിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടില്ല. അതുകൊണ്ടങ്ങനെ കേറി അതൊക്കെ പറഞ്ഞ ജോലിയോടും ഒരു ആത്മാർത്ഥമുള്ള എല്ലാ പണിക്കാരും കേട്ടോ. എല്ലാ പണിക്കാരും തന്നെ ഈ കൃഷിയുടെ മേഖലയിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കൃഷി എടുക്കുന്ന സമയത്ത്, ഞാനൊരു ദിവസം കൃഷി എടുക്കുന്ന സമയത്ത് എൻ്റെ കൈ ഒഴിഞ്ഞിട്ട് ഞാൻ കമ്പത്ത് കെട്ടാൻ പോയിട്ട് വരുമ്പോഴേത് ഈ ബീട്രൂട്ട് പറിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ബീട്രൂട്ട് പറിച്ചോണ്ടിരിക്കാൻ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം ചോദിച്ച്, ഞങ്ങൾക്ക് ഇച്ചിരി ബീട്രൂട്ട് തരാമെന്ന് ചോദിച്ചു. എന്നെ എന്തായാലും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 കിലോ മതിയാമെന്ന് പറഞ്ഞു. പാത്രം എന്താ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ നേരം ചെറിയൊരു പാത്രം എടുത്തു തന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്താ പാത്രം പോരെ തമ്പി, കുറച്ചും കൂടെ പെരിയ പാത്രം എടുത്തിട്ട്. അപ്പം 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ് പിന്നെ ഉള്ളൂ വണ്ടിക്കകത്ത്, ഈ ഊരി വന്ന് ബക്കറ്റ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ബക്കറ്റ് ഉള്ളൂ, അതിങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. അത് നിറച്ച സാധനം തന്നു, നിറച്ച സാധനം തന്നു. അത് തന്നിട്ട് ഞാൻ പൈസ കൊടുത്തു, പൈസ മേടിച്ചില്ല. കൈയും കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങള് പിന്നെ കമ്പത്ത് എപ്പോൾ പോയാലും ഉണ്ടല്ലോ, തിരിച്ച് നമ്മൾ വണ്ടിയും കൊണ്ട് കാരണമാണ് പോകുന്നെങ്കിൽ വരുമ്പോൾ ഒരു അമ്മച്ചിയുണ്ട്, അയ്യോ എന്നെ ഇഷ്ടമാണോ ചേട്ടാ, എന്നറിയോ, ഭയങ്കര ഇഷ്ടമാണ്. പേപ്പറിനകത്തൊക്കെ പണ്ട് വന്നു കഴിഞ്ഞാൽ മാമ്പഴ കച്ചവടത്തിനെ പറ്റി നമ്മുടെ ഈ തമിഴും അമ്മച്ചിയുടെ തമിഴും കൂടെ ഒക്കെ ആയിട്ട് തമ്പി 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 എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്നാൽ നമ്മൾ എപ്പോഴും വണ്ടിക്ക് പോകാൻ മേടിക്കുന്നത്. അപ്പൊ നല്ലൊരു യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കാലിന് ചെറിയൊരു നീരും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ്. ഇങ്ങനെ മടക്കി പിടിച്ചിരിക്കും, കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ നീർത്ത് വെക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് 10-11 മണിക്കൂർ യാത്ര ഉള്ളു. അതെ അതെ. പക്ഷെ പണ്ടൊന്നും എനിക്ക് ഇങ്ങനെ ഒന്നും ഒരു വേദനയും യാത്ര ഇത്രയും ദൂരം ചെയ്തിട്ടും ഇല്ല. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി ഇത് അറിഞ്ഞു, വെള്ളം കഴിഞ്ഞു, കൊട്ടച്ചിത്രമായോ,
രാധാപുരം തിരിച്ചു വന്നതല്ലേ? ധാരാപുരം കഴിഞ്ഞൊന്നും അറിഞ്ഞില്ല. രാത്രി സുഖമാണോ? അവർക്കുന്ന തേനി എന്ന് വിളിച്ച് പറയുമ്പോഴാണ് അവർക്കുന്നത്. അപ്പോഴത്തേക്ക് എന്തോരം കിലോമീറ്റർ താണ്ടി. പിന്നെ തേനി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കമ്പം കഴിഞ്ഞ പിന്നെ അടുത്ത കോമടി. രാത്രി നമ്മളവിടുന്ന് എത്ര മണിക്ക് പോകുന്നു ചേട്ടായി? നമ്മള് 11:30. 11:30 എവിടെയാ പോകുന്നത്? 11:30 അത് വണ്ടി അവിടെ വിടുന്നു. നമ്മൾ 12:30 കഴിഞ്ഞു. 12:45 ഇവിടെ വരുന്നത് ആ വണ്ടി വരുന്നത്. കുമളി പക്ഷേ 5:30 കഴിഞ്ഞ് 5:35 ആയിരുന്നു. 5:30 ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞ് 5:35 ആകുമ്പോൾ വന്നു. പിന്നെ നമ്മുടെ കേരള സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് ഉപ്പാട് ബസ് കിടപ്പുണ്ട്. അത് 6:30 വിടുന്നത്. യാത്രയൊക്കെ നല്ല സുഖകരമായ യാത്രയായിരുന്നു. ഇവിടെ ഒരു ഭയങ്കര മഴ. അതെ, നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര മഴ. കുമളി വന്നപ്പോഴും മഴ ചെറുതായിട്ട് ചേർന്നുണ്ടായിരുന്നു. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അടിപൊളി യാത്രയായിരുന്നു. കയറി വന്ന് 7:30 കറക്റ്റ് 7:30 ഉപ്പാറ പാലത്തിലൂടെ കൊണ്ടുവിട്ടു. പിന്നെ അതൊരു ടൈം വിളിച്ചപ്പോൾ വന്നു. കാര്യങ്ങളൊക്കെ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ചേട്ടായിക്ക് ഇന്നൊരു മുട്ടൻ പണികൾ കൊടുക്കുവാണ് കേട്ടോ. എന്നാ പണി കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് കാണിച്ചു കാണും. നമ്മൾ ഏത് പണിയും ഏറ്റെടുക്കാൻ നമ്മള് അതുപോലെ തീർക്കുരുത്ത് വെളുത്ത് വളമട്ടെ അതാ നിങ്ങൾ കൂടെ പോരാ കേട്ടോ. അപ്പൊ അതപ്പോ കാണാം. വെളുത്ത് വാടുവോ എങ്ങനെയാന്ന് നോക്കട്ടെ. ഞങ്ങൾ പോട്ടൊക്കെ തിരിച്ചു വന്നു. ചേട്ടായി ഉപ്പുകറിക്കൊന്ന് പോയി. വീണ്ടും ചേട്ടായിക്ക് കുമളിക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുമളിയിൽ പോയി കേട്ടോ. എന്നിട്ട് വന്നപ്പം വേണ്ടേ പച്ചമാങ്ങ. നല്ല അടിപൊളി പച്ചമാങ്ങയാണല്ലോ. സൂപ്പർ ഫ്രഷ് പച്ചമാങ്ങ കേട്ടോ. എന്തായാലും പച്ചമാങ്ങ നല്ല ഹാർട്ട് മാതിരിയിരിക്കുന്നല്ലേ. ഞാൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അല്ല കേട്ടോ, എല്ലാം അതെ അങ്ങനെ. ഇത് കണ്ടോ, ഹാർട്ട് ഉണക്കത്തെ പച്ചമാങ്ങ സൂപ്പർ. അപ്പം ഞാൻ പറഞ്ഞത് മാങ്ങ മേടിക്കണേ, ഇച്ചിരി ഇഞ്ചി മേടിക്കണേന്ന്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇത് ബീഫാന്ന് തോന്നുന്നു, ഇത് പാലാന്ന് തോന്നുന്നു. ഞാൻ ചോറ് മാത്രം വെച്ച് കേട്ടോ. ചേട്ടാ ഇവിടെ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് എനിക്ക് 2 പൊറോട്ട വാങ്ങിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടാ ഇതേ പൊറോട്ടയും മേടിച്ചിട്ടൊന്ന് ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. ബട്ടർ ചിക്കനാണോ? അയ്യോ മടുത്ത് കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് കുമളിക്ക് വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനൊക്കെ പോട്ടിപ്പിങ്ങി വന്നേ ഉള്ളൂ. മുഖം ഇരിക്കുന്ന നോക്കി. അപ്പോൾ ഞാൻ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എനിക്ക് കാല് നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. അപ്പം ഞാൻ അവിടെ കയറി കിടക്കുമായിരുന്നു ഇത്രയും നേരം. ഞാൻ റെസ്റ്റ് എടുത്തു. സാറ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നു. ഞാൻ റെസ്റ്റൊന്നും കൊടുക്കുന്നില്ല, എനിക്ക് കുറേ പണികളുണ്ട്. അതൊക്കെ കിടക്കാൻ പോകണോ? ഇത് ഷെഫ് തലക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് കിച്ചണിലോട്ട് കേട്ടിട്ടുണ്ട്. ഇന്ന് കിച്ചൺ മറിച്ച് നോക്കുവോ? നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള കേസേ ഉള്ളൂ. ഒക്കെ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കിട്ടിയ കഴിവുകൾ അതൊക്കെ ആണോ? പരമ്പരാഗതമായിട്ടോ ആണോ? കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുന്നു കേട്ടിട്ടുണ്ടോ? അല്ല നല്ലതാ, കുക്കിംഗ് ഒക്കെ കെടാതെ സൂക്ഷിക്കുന്നത് നല്ലതാ. അപ്പൊ ഇന്ന് വെറൈറ്റി രീതിയിലൊക്കെയാന്ന് തോന്നുന്നു. കൊച്ചുള്ളി നല്ല ഫുള്ള് എടുത്ത് വെച്ചേക്കുന്നേ. കൊച്ചുള്ളി കിളുത്തു പോയി. അത് നമ്മളെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കിളുത്തു പോയത്. തണുപ്പൊക്കെ അതുകൊണ്ടാണ് കൊച്ചുള്ളി തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പിന്നെ കൊച്ചുള്ളി, കടുക്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, സാധാരണ നമ്മുടെ ഇച്ചിരി ഇറച്ചി മസാല, ഞാൻ ചെയ്തോളാം നീ ഇരുന്നോളാം പറഞ്ഞ. എന്നാന്നറിയോ, എൻ്റെ മുട്ടിന് താഴോട്ട് എനിക്ക് നല്ല വേദന കേട്ടോ. എവിടെ പോകാനും കറങ്ങാനും സർക്കിട്ട് അടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ല പ്രായത്തിലൊന്നും നമുക്ക് അങ്ങനെ കറങ്ങാൻ പോകാനും സർക്കിട്ട് അടിക്കാനും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. സത്യം പറയാം. എന്നാ പറയുന്നത്, മക്കള്, വീട് കാര്യങ്ങളും പണി കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം എന്നാണേലും ചേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷം അത് ഇപ്പം ഇത്രയും കറക്കാൻ പോകുന്നു കേട്ടോ. നേരത്തെ ഒന്ന് വല്ലപ്പോഴും ആലപ്പുഴയ്ക്ക് അനിയൻ്റെ അവിടെ കൊണ്ടുപോകും, അമ്പലത്തിൽ ഒന്ന് കൊണ്ടുപോകും, അതൊക്കെ ഉള്ളായിരുന്നു. അയ്യോ തീ കുറച്ച് വെച്ചോ, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ എൻ്റെ കാല് വീർത്തിട്ട് ഇങ്ങനെ നീര് വെച്ചിട്ടിരിക്കുക കേട്ടോ. 2 കാലും ബസ്സേ ഇരുന്നതിൻ്റെ നാളെ ആകുമ്പോഴത്തേനും ഓക്കെ ആവും. അപ്പോൾ സാറ് പറഞ്ഞു ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ വെച്ചിട്ടടിക്കുന്നത്. ഇവിടെ നല്ല ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ച് ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ ഈ ലൈറ്റ് സെറ്റിങ്ങും ഇല്ല, ക്യാമറമാനും ഇല്ല, ഒന്നുമില്ല. ആദ്യം കടുകിട്ട് കൊടുത്തു, വെളിച്ചെണ്ണ ഇട്ടിട്ട് അത് കഴിഞ്ഞ് തേങ്ങ കൊത്തിട്ട് കൊടുത്തു. ഷെഫിനെമാർ തോർത്തൊക്കെ എടുത്ത് അവർ ഷെഫുമാർ നല്ല അടിപൊളി ഒരു തൊപ്പിയാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ സാറ് ഓ എന്ത് മുടിയാണത് എൻ്റെ അമ്മേ. തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ.
കരിയാപ്പില ഇങ്ങനെ എല്ലാം ഓടിക്കണ്ടേ, പക്ഷെ ഞാൻ അത്യാവശ്യം ഓടിപ്പോ ഓടിച്ചു നമ്മുടെ കരിയാപ്പില തന്നെയാണല്ലേ. ഞാൻ എല്ലാത്തിൻ്റെ തലയ്ക്ക് ഓടിച്ചോടിച്ച് നിർത്തിയേക്കാം, കിളുക്കട്ടെ നോട്ട്. കിട്ടി പൊട്ടി കിളുക്കുന്ന ഒരു മേടിച്ചടിക്കണം. തേങ്ങയൊക്കെ മൂത്തു. ഇനി ചുമന്നുള്ളി അങ്ങോട്ട് ആഡ് ചെയ്യുന്നു. ഓ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ ഇരുന്നോണ്ടാണ് എടുക്കുന്നത് കേട്ടോ, എനിക്ക് നിന്നോണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചട്ടിയൊക്കെ അത്രയും അടുത്ത് കാണിച്ചു തരാത്തത്. പിന്നെ ഗ്യാസിൻ്റെ അടുത്ത് ഇവിടെ ഫോൺ പൊട്ടിത്തെറിച്ച് പിന്നെ എനിക്കൊരു പേടിയാണ് സത്യം പറഞ്ഞാൽ. ശകലം ഉള്ളി അല്ല മൂത്ത് കിട്ടും. അതെ. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാറായോ? ആണോ? ഗോൾഡൻ കളർ ആകുമ്പോഴേ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെതായ കാര്യങ്ങൾ അതിൻ്റെ മുളയ്ക്ക് ചെയ്താൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും. ശരി ശരി. ആ ടേസ്റ്റ്. അതെ. പക്ഷെ കുളിക്കാനും അത് ചെയ്യാനും ഒക്കെ മടിയുള്ളവരാണെന്നുണ്ടായിരുന്നു. പിന്നെ സവാള കൊണ്ട് വരും. അതപ്പോൾ ഒരെണ്ണം മതി. ഇതാകുമ്പോൾ 50 എടുക്കുമ്പോൾ മറ്റേ ഒരെണ്ണം മതി. അത് ശരിയാ. പോകാനായിട്ട് എല്ലാം തലക്കച്ചാളും എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കാ പോയി. അയ്യോ ദൈവം, ഇനി ഒരിടത്തും കൊണ്ടുപോകണം. അപ്പ അല്ല പോയാൽ മതി. ഇത് കമന്റ് വരും. അങ്ങനെ വരത്തുള്ളൂ. അപ്പൊ ചേട്ടാടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പല്ലടം അല്ലേ ഏട്ടായി? അപ്പം ചേട്ടാടെ പണ്ടത്തെ സുഹൃത്താ. ഒട്ടൻചിത്രം പല്ലടം കോയമ്പത്തൂരിന്റെ ഏകദേശം അടുത്തെങ്ങാണ്ടൊക്കെയാണ് അല്ലേ ഈ സ്ഥലങ്ങളൊക്കെ? ആണോ? അപ്പം എന്നാലും നല്ല അടിപൊളിയായിരുന്നു. 2 ദിവസം സൂപ്പറായിരുന്നു. നല്ല നല്ല വെറൈറ്റി. അതാണ് പേടി ചേട്ടായിക്ക്. മണ്ടായി വീടിൻ്റെ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും തന്നെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഭയങ്കര സൗണ്ടായിരുന്നു. അല്ലാതെ 2-3 ദിവസം കൊണ്ട് നിന്നിട്ട് വന്നാൽ മതിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എന്നാൽ നല്ല നല്ല വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളും അതിലൊക്കെ കറങ്ങാനും ഒക്കെ പോകാമായിരുന്നു. സൂപ്പറായിരുന്നു. പിന്നെ കാറ്റ് കാരണം ഒരു ഭയങ്കര പേടിയായിരുന്നു അല്ലേ? ഭയങ്കര കാറ്റായിരുന്നു, ഭയങ്കര കാറ്റ്. നമ്മുടെ ഇവിടെ മഴ, അവരുടെ അവിടെ കാറ്റ്. 3 മാസം കാറ്റാണ് ഇങ്ങനെയുള്ള. 3 മാസത്തിന് കാറ്റാന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാറും മടുത്താ നിൽക്കുന്നേ. പിന്നെ ചെയ്യൂ. ഒരു കരിയാപ്പില കണ്ടിടാം. അതൊക്കെ നമുക്ക് ഇത് വെച്ച് എടുത്തു കഴിഞ്ഞിട്ട് മുകളിലോട്ട് ഇട്ടാൽ മതി. നമ്മളിന്ന് മേടിച്ച 1 കിലോ ബീഫാണ്. 1 കിലോ ബീഫിനകത്ത് ഞാൻ ഇട്ട സാധനമെല്ലാം കണ്ടില്ല, ഉള്ളിയും ഇതൊക്കെ. അതിനകത്തൊരു സ്പൂണിനൊരു 1.5 സ്പൂൺ മതി. മീറ്റ് മസാല ഇടുക. 1.5 ടീസ്പൂൺ മീറ്റ് മസാലയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീച്ച് കുറച്ച് വെക്കണം. അല്ലെ നമ്മൾ നിൽക്കുന്നതിന് തുമ്മും ഇരിക്കുന്നതിന് തുമ്മും. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി നമ്മൾ കാശ്മീരിയ ഒരു 2 സ്പൂണ്. ഇപ്പൊ അങ്ങനെ കണ്ടമാനം എരിവ് കൂട്ടുന്നില്ല. അതല്ല പച്ചമുളക് ഇട്ടുള്ളതുകൊണ്ട് എരിവ് കാണും. ആ പച്ചമുളകിന് നല്ല എരിവുള്ളതാ. പിന്നെ മല്ലിപ്പൊടി ഒത്തിരി നമുക്ക് വേണ്ട. എന്നുവെച്ചാൽ കറിയിരുന്ന് കഴിഞ്ഞാൽ കേടായി. അതുകൊണ്ട് കൊഴുപ്പൊക്കെ ഇട്ട് മല്ലിപ്പൊടി ഇട്ട അത്ര മതി. കൊഴുപ്പിച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മഞ്ഞപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ശക്കര മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. വരവ് മഞ്ഞപ്പൊടി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊക്കെ പൊടിച്ചാണെങ്കിൽ മഞ്ഞപ്പൊടിയൊക്കെ എന്തോരം കിട്ടി വരും. നല്ലതാണ്. അതെ. ഒന്ന് ശരിക്കും മൂപ്പിക്കണം. അത് ആ അരപ്പ് മൂക്കുന്നതിനകത്താണ് കറിയുടെ ടേസ്റ്റ് അല്ലേ? പച്ചച്ചോവ് മാറി മല്ലിപ്പൊടിയുടെയൊക്കെ നല്ലതായിട്ട് മൂത്ത് വരണം. എല്ലാ മസാലപ്പൊടിയും നന്നായിട്ട് മൂത്ത് വരണം. അന്നേരം കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അവനെ ഇച്ചിരി നേരം ഇളക്കട്ടെ, അത് കഴിഞ്ഞ് കാണിച്ചു തരാം. ഈ ബീഫ് കറിയുടെ പേരിന് ചേട്ടായി ചെട്ടിനാട് ബീഫ് കറി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുമോ എൻ്റെ ഒന്ന് വീട്ടുകാരെ. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ പേരിടുന്നതാണ് ഈ. എൻ്റെ പൊന്നെ മതി. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ എല്ലാ വീട്ടിലും ചേട്ടന്മാർ? ചേച്ചിമാർക്ക് വീട്ടിൽ വയ്യാണ്ടൊക്കെ വരുമ്പോ പായസത്തിന്റെ ബിരിയാണിയുടെ അരി
ഇച്ചിരി വെന്ത് പോയി കഴിഞ്ഞാൽ അതെല്ലാം കഞ്ഞി പോലെ ആയി കഴിഞ്ഞാൽ അതിനകത്ത് അമേരിക്ക മാവും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുസ്ത. അയ്യോ അതോടെ കേട്ടതാ. അതൊക്കെ ഉണ്ട്. ബോംബെയിലെയാ കുസ്ത. കുസ്ത ദൈവത്തിനറിയാം, എനിക്കറിയത്തില്ല കേട്ടോ, ഞാനിതൊന്നും കേട്ടിട്ട് പോലില്ല. ഇപ്പൊ കൊറേ മൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു, പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പനങ്കൊല ഒച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു. മലയാള ഭാഷതൻ മാതക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു, കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ ഒളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. ഒരു പാട്ടൊക്കെ പഠിക്കേണ്ട ബുക്കുമാടില്ല കളിക്കാത്തിട്ട് ഒരു ടേസ്റ്റ് വരും. പാട്ട് പാടിക്കാൻ നടക്കുമ്പോ അരപ്പ് മൂക്കുകയും ചെയ്യും, നമുക്ക് ബോറടിക്കത്തില്ല അല്ലേ? മൂത്തമണം വരുന്നുണ്ടോ? എല്ലാത്തേലും നമ്മളെ മണത്തേൽ അറിയാം, എരിവും ഉപ്പും പുളിയും എല്ലാം മണത്തേൽ അറിയാൻ പറ്റും. അതെ ഉള്ള കാര്യം ചേട്ടാ പറയും കേട്ടോ, എരിവും ഇതൊക്കെ ഉപ്പും ഒക്കെ. എന്നാ ചോദിക്കാം എങ്ങനെയാണ് മണത്തേൽ അറിയാം? മണത്തേൽ അറിയാൻ പറ്റും ഉപ്പ് പുളി എരിവ്. മാങ്ങയുടെ കണ്ടില്ല, മാങ്ങ നമ്മൾ മണത്ത് വയ്ക്കും, പഴത്തിന് വേറൊരു മണമല്ലേ, പുളിക്ക് വേറൊരു മണം. അതുപോലെ എല്ലാത്തിനും അങ്ങനെ എൻ്റെതായ ഇതുണ്ട്. ഈ ജനല് ചെറുതായിട്ടും തുറന്നിട്ട് എൻ്റെ കുത്തൽ വരാനുണ്ട്. ഓക്കെ, ചെറുതായിട്ട് കുത്തൽ വരുന്നുണ്ട്. ആദിമചൈതന്യ നാഭിയിൽ വിളിയും ആയിരമിതളുള്ള താമരയേ യമുനാജതുരൻ അതുമുഖനുണർന്നു യമുനാനും അതുമുഖനുണർന്നു സ്വർഗം വിളന്നു കരയിലൊരു സ്വർഗം ഉണർന്നു. പാചകം എന്ന് പറഞ്ഞാൽ കരയാണ്. പാചകമോ? പാചകം. ഓക്കെ. പാചകവും പാചകവും കൂടെ ചേരുമ്പോഴാണ് അത് ആഹാര സ്ഥലത്ത് ടേസ്റ്റ് ഉണ്ടാകും. എല്ലാ കോക്കിയാരുടെ ഷെഫുമാരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് പാചകവും കൂടെ ചേരുമ്പോഴാണ് കറികളൊക്കെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അയ്യോ ദൈവം. ഇതിനെ ഇതിലോട്ട് ആഡ് ചെയ്യണം. കുക്കറിനകത്ത് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. കരിയാപ്പിലയും മല്ലിയിലയും. മല്ലിയില വേണേ ഇപ്പൊ കുറച്ചിട്ട് വെച്ചാൽ എന്താ അറിയാം, മല്ലിയില ഇപ്പൊ എപ്പോഴും ഇടരുത്. ഇത് ഉരുക്കന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതാരൊക്കെയാ ഇത് മാറ്റി വെക്കുന്നു. ഇവനെ അങ്ങോട്ട് വെക്കുക. സരോമ, വല്യേച്ചി, കുമാരി ചേച്ചി. അച്ഛൻ കുക്കിംഗ് ആയിരുന്നു, ചെയ്യുമായിരുന്നോ? അച്ഛൻ കുക്കിംഗ് അച്ഛൻ കുക്ക് ചെയ്ത് കഴിക്കുമല്ലോ. ശരി, ആര് ചെയ്ത് കൊടുക്കുമ്പോ അമ്മ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോ ശരിക്കും കഴിക്കുമല്ലോ. ഗ്യാസോ ഇതോ ഒന്നും ഇല്ലല്ലോ. വിറക് പൊറിക്കൊണ്ട് വന്ന് തീ കത്തിച്ച് അച്ഛൻ പോണ്ടാക്കിടുമായിരുന്നു. അച്ഛൻ എവിടെ പോണ്ടായോ? അച്ഛൻ അങ്ങനെ ഒന്നും പോണ്ടായിരുന്നില്ല. ഉമ്മയൊക്കെ എല്ലാം ചെയ്യുവാണ്. അച്ഛൻ പോയി രണ്ടെണ്ണം. ആണോ? ഇട്ടിട്ട് പോരും. സതീശനോ? അച്ഛനല്ലേ അങ്ങനെ എന്നെപ്പോലെ അച്ഛനൊരു മടിയാണ്. അയ്യോ ഉള്ള കാര്യം പറഞ്ഞു കേട്ടോ. സതീശനോ? ഒരു മടിയില്ല, എന്നാ പലഹാരം പെണ്ണും ഉണ്ടാക്കിക്കോളൂ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഈ സംഗതിക്ക് പാലിപ്പോ ഓരോ പേരിടുന്നേ. അല്ല എന്നാ പേറ്റാലും സൂപ്പറായിട്ട് നല്ല അടിപൊളി. പക്ഷെ ഇതിനകത്ത് മറ്റേ ഇതൊക്കെ വേണ്ട. ഇപ്പൊ തവി സാധനം പ്ലക്കർ ഇല്ല. പ്ലക്കർ ഉണ്ടായിരുന്നു, അത് ഇവിടെ ഉണ്ട്. അത് ഉണ്ടായിരുന്നു. അതിനകത്ത് രണ്ടെണ്ണത്തിന്റെ പിടി കളഞ്ഞിട്ട് പുള്ളിക്കാരേക്ക് പ്ലക്കറിന്റെ ആവശ്യമില്ല. എനിക്ക് പ്ലക്കർ വേണം. എന്നാണ് ചെയ്താൽ അങ്ങനത്തെ ഒരെണ്ണം മേടിക്കാം ഇനി. എന്നിട്ട് നന്നായിട്ട് വേദനയൊന്നും എടുക്കാത്ത രീതി വേദന തവിക്കും അറിയരുത്, ഇറച്ചിക്കും അറിയാതെ പെയ്യെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം സോഫ്റ്റായിട്ട്. ഇളക്കുന്ന സമയത്ത് പാട്ട് പാടാൻ പാടില്ല. അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. ദൈവമേ മതി. ഇളക്കി ആദ്യം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക, എന്നിട്ട് മണത്ത് നോക്ക്. അതെ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണോ?
ഒരു കുറവുമില്ല. ആണോ? ആ പിന്നെ ഗരം മസാല എപ്പോഴാണ് ഇടുന്നത്? ഗരം മസാല ഇച്ചിരി നേരം നോക്കിച്ച് കേൾക്കണം. എന്നിട്ട് തൽക്കാലമായിട്ടോ തൽക്കാലം ശക്കര എടുത്ത് കഴിഞ്ഞു പോകും. എത്ര ഉള്ളൂ പേരിന്. ഇനിയിപ്പോൾ നാളെ നമുക്ക് വേറൊരു കറി വെക്കാം. അറിയോ? കൊച്ചുള്ളിയും മുളക് ഇടിച്ചത് മാത്രം ഇട്ടു. സവാളയും എന്ന് വെച്ചാൽ അധികം സവാളയില്ല. കൊച്ചുള്ളിയും മുളക് ഇടിച്ചത് മാത്രം ഇട്ടു. സവാള മസാലയൊക്കെ ഇങ്ങനെ ചേർക്കാറുണ്ട്. അതിൻ്റെ സ്വാദ് എപ്പോഴും നമുക്ക് നിൽക്കും. മൂക്ക ഇത് മറ്റേ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഗരം മസാല കേട്ടോ ഞാൻ എളുപ്പപ്പണി ചെയ്യും കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കും. ചേട്ടാ ഇതേ ഗരം മസാല സെപ്പറേറ്റ് വെറുതെ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ലാസ്റ്റ് ചൂടായിരിക്കില്ലേ. അപ്പോൾ നമ്മൾ എടുത്ത് പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഒരു കുറച്ച് പെരിഞ്ചീരം ഒരു ശകലം പെരിഞ്ചീരം ഇട്ടാൽ ബീഫ് ഫ്രൈ ആക്കുവാണെങ്കിൽ കടിക്കാൻ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയാൽ വെന്തോന്ന്, അല്ലെങ്കിൽ ഒരു വിസിലൂടെ അടുപ്പിക്കാം. എന്താ കഴിക്കണ്ടല്ലോ, കാണുമ്പോൾ അറിയാലോ. ഇറച്ചിയെ കാണുമ്പോൾ അറിയാം. ഇതേ എന്തെന്ന് ഉറപ്പാണോ? അയ്യോ കാണുന്ന വരുന്നിരാവും. വാവ് സൂപ്പർ. കിങ്ങിണി ഉണ്ടായിരുന്നു ഇപ്പൊ വാവ് വെച്ചേരെ. കരിയാപ്പ ശരിക്കും കരിയാപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിയാപ്പ. ഗ്യാസ് നേരെ വെച്ചേ കുക്കർ. തീ ഇപ്പുറത്തോട്ട് പോവാ. ഓക്കെ സെറ്റ്. കുറേ മല്ലിയില ഇടും കേട്ടോ ചേട്ടാക്കി. മല്ലിയിലയും കറിവേപ്പിലയും കുറേ ഏറെ വേണം. ഇതിന് ചാറൊക്കെ ഉള്ള കറിയാണോ? ചാറ് വേണമല്ലോ. ആണോ? കപ്പ നമുക്കില്ലല്ലോ. കപ്പ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ കപ്പ വളമിട്ട് വരുന്ന കപ്പയുണ്ട്. നമുക്ക് വയറിന് കംപ്ലൈൻറ്റ്. അതുകൊണ്ട് ഉണക്കക്കപ്പയാണെങ്കിൽ കുഴപ്പമില്ല. ഉണക്കക്കപ്പ സാധാരണ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് കഴിഞ്ഞ. അത് ഉപ്പേരി കപ്പയാട്ടെ, വറക്കുന്ന കപ്പയാണ്. അതല്ല, അത് നമുക്ക് വറക്കുന്ന നാട്ടിൽ ഇത് ഇരിക്കാൻ കുറച്ചായി. ഇനിയിപ്പം ഇത് വറക്കത്തുമില്ല കുഴക്കത്തുമില്ല. ഇത് കുത്തിക്കങ്ങ് പോകും. മോനെ കുറെ കാലം ഇരിക്കാൻ വേണ്ടിട്ട് അത് ഞാൻ തിളപ്പിച്ച് കഴിച്ച്. ഇന്ന് എന്നോട് പറഞ്ഞു ഉണക്കക്കപ്പ ഉപയോഗിക്കാൻ പതിവില്ലാതെ. അപ്പൊ ഞാനത് തീർത്തായിരുന്നു. എത്ര നേരം വെക്കണം ഇത്? ഇരുന്നോട്ടെ. ഇനിയിപ്പം ഇതിനകത്ത് ഇതെല്ലാം കൂടെ മുകളിലോട്ട് പോകണ്ട. തീ ഓഫ് ആക്കുമോ? എല്ലാം നീറ്റാക്കി ക്ലീൻ ആക്കി സെറ്റായി. അതുണ്ടോ എല്ലാം സെറ്റും ആക്കി. അവിടുത്തെ ഒന്നും ഇതാക്കാണ്ട് കേട്ടോ. ക്യാമറ ഓഫ് ആക്കിയപ്പോൾ ഉണ്ടല്ലോ ഇത് പറയുകയാണെ, ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് പറയാതിരിക്കാൻ മേല ഞാൻ ഒത്തിരി നാൾ കൂടി വീട്ടിൽ ഇരുന്ന് അന്നേരം എനിക്ക് 8ന്റെ പണി കിട്ടി. എന്നിട്ട് എന്നോട് പറയാം ഞാൻ പറയും വ്യൂസൊക്കെ കുറേ ചേട്ടാ എന്നെ ചെയ്യാനെന്ന് പറയുമ്പോൾ എന്നും തന്നെ പിന്നെ ഇരുന്ന് നീ വർത്തമാനം പറയുമല്ലോ, പിന്നെ ആരെ എപ്പോഴും കാണുന്നതെന്ന്. ഞാൻ ചോദിച്ചു ചേട്ടായി. അപ്പം ചേട്ടായും കൂടെ ഇരുന്നപ്പോൾ ഇങ്ങനെ വീഡിയോയും എടുക്കാം, കൊച്ചു വർത്തമാനം കേൾക്കുകയും ചെയ്യാം. ചേട്ടൻ്റെ പാട്ടും ഡാൻസും കൂത്തുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതേടി അതേത് കിട്ടിയ അവസരം നീ മുതലാക്കിക്കോടി. ഇതാണോ ചേട്ടായി പറഞ്ഞത്? നല്ല മഞ്ഞപ്പൊടി, ശുദ്ധമായ മഞ്ഞപ്പൊടി. പൊടിക്കുന്ന മഞ്ഞപ്പൊടി നമ്മുടെ പറമ്പിൽ തന്നെയൊക്കെ ഉണ്ടായതോ? തന്നെ ഇട്ട് പൊടിക്കുന്ന മഞ്ഞപ്പൊടിയാണ് ഇത്. തളിച്ചു പോകുന്നുണ്ട്. അത് രാവിലെ ഒരു ഗ്ലാസ് പാലിനകത്ത് 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കുടിച്ചാൽ കഫക്കെട്ടുണ്ടാകത്തേ ഇല്ല. പക്ഷെ നമ്മൾക്ക് ഒന്നും ഇപ്പൊ മഞ്ഞളില്ലല്ലോ. മഞ്ഞപ്പൊടിയാണ് ഇത്. ഗോതമ്പൊടിക്കത്തൊക്കെ ഏതാണ്ട് പൊടിക്കത്തൊക്കെ കളർ ചേർത്ത് വരുന്നതായിരിക്കും. അതെ, ഇത് ഈ മഞ്ഞപ്പൊടിയാണ്. ഇതറിയാതെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ചാലിച്ചിട്ട് ഇങ്ങനെ വെച്ച് വെക്കുക. അതിനകത്ത് തരി കാണും. അതെ, ചെറിയ തരി കാണും. അതെ, വരവ് എല്ലാം വരവ് സാധനം. അതെ, ദൈവമേ. പണ്ടൊക്കെ അരകല്ലേ വെച്ച് മഞ്ഞൾ ചതച്ച് അത് വെച്ച് ഒരു കറിക്ക് അരയ്ക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നതിനാ മഞ്ഞളെടുത്ത് കല്ലേ വെച്ചിട്ട് അരകല്ലൊക്കെ കൈയിട്ട്. അതെ,
ഒരാഴ്ച ഇത്ര മഞ്ഞെടുത്ത ഒരാഴ്ചത്തേക്ക് അവിടെ ഇരിക്കും. സാമ്പാറിനും പരിപ്പിനും എല്ലാം ചേർക്കുന്ന മഞ്ഞൾ ഇടിച്ചിട്ട് ബാക്കിയുള്ള വെച്ചു. പിള്ളക്കാലിൽ വെച്ച് 2 ഇടി ഇടിച്ച് പൊട്ടിച്ച് ആദ്യം അത് അരയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഏതാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചോദിച്ച അറിവില്ല. അതെ എൻ്റെ ദൈവമേ മതി സത്യം. എനിക്കും ഇല്ല അറിയില്ല. അരകളുണ്ടായിരുന്നു. അരകല്ല അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുള്ളി മരിച്ചു പോട്ടെ 3 വർഷമായിരുന്നു. വേറെ ഏതാണ്ട് ജീവിയാന്ന് വിചാരിച്ചിരിക്കുന്നത്. അയ്യോ ദൈവമേ. അപ്പം എന്നാണെങ്കിലും ഇന്നത്തെ പരിപാടികളും പണികളും കാര്യങ്ങളും ഒക്കെ ചേട്ടായി ആയിക്കോട്ടെ. ഒരു കുടയും കുഞ്ഞിപ്പങ്ങളും കുടയൊക്കെ ചുടിക്കൊണ്ട് വരുന്നത് നമ്മളെ കൂടെ കൊണ്ടുപോകുന്നത്. ഞാനേ അന്നപ്പോൾ ഉണക്കാൻ വെച്ചതാ. നാളെ ഇതെനിക്ക് വേണമല്ലോ. ഇന്നത്തെ ഒരാവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പം ഇത് പറ്റത്തില്ല. ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ നാളെ നമുക്ക് ഇത് ഉപകരിക്കുള്ളൂ. അത് ശരിയായ ഒരു സാധനം, എന്തൊരു സാധനമാണേലും അതിന് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹമോ കൊടുത്തു കഴിഞ്ഞാൽ അതെന്നും നിലനിൽക്കുമെന്നാണ് പറയുന്നത്. നല്ല കാര്യം കേട്ടോ. താടിയൊക്കെ കണ്ടവാനും പറഞ്ഞിരിപ്പം നമുക്ക് പുറകിലോട്ട് ഇപ്പം തലമുടി ഒന്ന് എനിക്ക് ഇങ്ങനെ ഒന്ന് പ്രായൊക്കെ വെച്ചൊന്ന് റെഡിയാക്കണമൊക്കെ ഉണ്ടായിരുന്നു. പുറകവശം ഒന്ന് തീട്ടി വെച്ച് അതിപ്പം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മളീ ഫ്രണ്ട് ഇങ്ങനെ വലിച്ച് ഇവിടെ ഒരു റബ്ബറൊക്കെ ഇട്ട് ഇങ്ങനെ മടക്കി മടക്കി കെട്ടി നിങ്ങൾ മുമ്പിൽ വരാം. വലിയ താമസമില്ല. ഒരു 4 മാസം ആകുമ്പോഴത്തേക്കൊക്കെ ചിലപ്പോൾ അതന്നെ ഞാൻ മഴ കൊണ്ടാക്കിക്കൊണ്ടിരിക്കുക. താടി വെട്ടത്തേനും കഴിഞ്ഞ ദിവസം പോകുന്നത് ഞാൻ മഴ കടലുള്ളൂ പറഞ്ഞു. മാമ എന്നെ ഈ പരിപാടി കാണിക്കും. താടി എടാ ദൈവം തന്നു നമ്മളെല്ലാം വെട്ടിക്കളയുന്നു. നഖവും മുടിയെ വെട്ടിക്കളയുന്നുള്ളൂ. പരിപാടിയില്ല, നിർത്തി. അയ്യോ താടി വെട്ടണേ, താടി വെട്ടണേ. ഇല്ല താടി വെട്ടണ്ട. അഭിപ്രായം പറഞ്ഞ താടിയായി നല്ല താടി ഇങ്ങനെ ഞാൻ വളർത്തി ഇങ്ങനെ കാണുമ്പോഴത്തേനും മുഖം ഇത്രയാവും. മറ്റേ കുരുവിന്റെ മുഖം ഇത്രയും മുമ്പ് താടി താടി ഇരിക്കണം. അത് നമ്മൾ ഇങ്ങനെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലാം നല്ല ശരിയാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പം തന്നെ ഇങ്ങനെ പിടിക്കാം. ഉണ്ടോ കുറെ കിങ്ങിണിയുടെ കുറെ ബുഷും ക്ലിപ്പൊക്കെ കൂടെ കിടപ്പുണ്ട്. അത് വെച്ച് കെട്ടി വെക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ മുട്ടൻ പണി കിട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു മോന്? പണി കിട്ടിയ എന്നാ ഒരു ചെറിയ കറി വെക്കാനുള്ള പണിയല്ല. അതിപ്പം നിസ്സാര കേസ്. ഇതൊക്കെ സിമ്പിൾ ചീപ്പ് കേസാണ്. സംബന്ധിച്ച് പറയാൻ ഇതൊക്കെ മുട്ടൻ പണിയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കറി വെച്ചെന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ ചായക്കട ചെയ്തുകൊണ്ടിരുന്ന പണിയൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മൾ അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പരിപ്പാട്ടണം. ചായക്കട എനിക്ക് ചായക്കട ഉണ്ടായിരുന്നു അച്ഛന്. പരിപ്പാട്ടണം. പരിപ്പാട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. ഉഴുന്ന് ദോശയ്ക്ക് അരയ്ക്കുന്നത് 4 മണിക്ക് വന്ന് സ്കൂൾ കഴിഞ്ഞ് 4-4:30 ആകുമ്പോൾ വന്ന് കയറി ഇരുന്നാൽ ഒരു 7 മണി വരെ ഇതാ കറക്കാം. തള്ളി തള്ളി ഭയങ്കര ആട്ടുകല്ലോ കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കണം അവിടെ അടുത്ത് വരെ. ഭയങ്കര ആട്ടുകല്ല. ആ ആട്ടുകല്ലിനകത്തൊക്കെ ചെയ്തിട്ട് ദോശയ്ക്കൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ശരിയായ കാര്യം. വിറകടുപ്പും ദോശക്കല്ലും ഇപ്പോഴും തമിഴ്നാട്ടിൽ കണ്ട വിറകടുപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഗ്രൈൻഡർ അല്ല മറ്റേ കല്ലിന്റെ ഗ്രൈൻഡർ ആയതുകൊണ്ട്. അല്ല ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ കണ്ടല്ലോ. ആണോ? പിന്നെ അവരുടെ വെറൈറ്റി ചമ്മന്തികളില്ലേ, എല്ലാം അടിപൊളി ചമ്മന്തികളാണ്. പുതിന ചമ്മന്തി, പിന്നെ തക്കാളി ചട്നി, അങ്ങനെ മല്ലിയില അതൊക്കെയാണ്. അപ്പൊ എന്നാണേലും പോട്ട് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇനി നമ്മളെ കൂടെ പോയതിന്റെ സന്തോഷം നമ്മുടെ മുഖത്തറിയാണ്ട് വായിച്ചെടുക്കാം അല്ലേ? വായിച്ചെടുക്കാം, അതാണ് പറയുന്നത്. അതെ അതെ ശരിയായ. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും, നിങ്ങളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരാണ്. എല്ലാവരും നമ്മുടെ വീട്ടിൽ ഒന്നിച്ചു വരണ്ട. ഒന്നിച്ചു വരുവാണെങ്കിൽ നമുക്ക് പേര് നമ്മൾ ഇത്രയും പേര് ഒന്നിച്ചു വരാൻ പറ്റില്ല. നിങ്ങൾ 2 ദിവസം കൂടും ഓരോരുത്തർ നമുക്കിതുപോലെ അടിച്ചു പൊളിച്ച് ഉള്ള സന്തോഷം. പിന്നെ വലിയ ഇതൊന്നുമല്ല, അത് ഒന്നുമല്ല, നമുക്കുള്ളത് കഞ്ഞിയും പേരും. അതെ ഇപ്പൊ എന്നെ ഇന്ന് വന്നു കഴിഞ്ഞപ്പോ സൂഫി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈയിടെ ഇവിടെ നിന്ന് ഷാർജ പകുതി വരാൻ വന്നിട്ട് തിരിച്ചു പോയതുകൊണ്ടേ അവര് പോകുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ വരാമെന്ന് പറഞ്ഞാൽ അവര് കുറച്ച് ഭാഗത്തെങ്ങാണ്ട് വരെ വന്നപ്പോൾ അവിടെ മരമൊക്കെ ഒടിഞ്ഞു വീഴുകയോ പ്രശ്നമൊക്കെ ചെയ്തു പേടിച്ചിട്ട് തിരിച്ചു പോയെന്ന്. അപ്പൊ ഒന്നുകൂടെ വരണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എത്രയോ ദൂരത്തുനിന്ന് വന്നത് അത്രയും കടയൊക്കെ തപ്പി പിടിച്ചാൽ കടയുണ്ടല്ലോ. അപ്പൊ ഉപ്പാറ ലക്ഷ്യമാക്കി വന്ന് ഉപ്പാറ വന്നു കഴിഞ്ഞാൽ കട ചോദിച്ചു എങ്ങനെ ഞങ്ങളിവിടെ കാണുമോന്നൊന്നും അറിയാതെ പ്രതീക്ഷയില്ലാതെ വന്നതാണ്. അപ്പൊ എന്നെ അന്വേഷിച്ച് ഒരാൾ വലിയൊരു കാറെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ചായ അടിച്ചോണ്ടിരിക്കുക. അതെ അപ്പോഴേക്ക് എന്നോട് പിള്ളേർ വന്നു പറഞ്ഞു, മാമൻ അന്വേഷിച്ച് 2 പേര് വന്നു പറഞ്ഞു. ശരി ഓക്കെ, ചായക്ക് വരാണോ? അല്ല, കയറി വരാൻ പറഞ്ഞു. ഒരു കയറി വരുമ്പോൾ ഞാൻ ചായ അടിച്ചോണ്ടിരിക്കും. പിന്നെ ഞാൻ ഉടനെ തന്നെ നമുക്ക് അങ്ങനെ ചായക്കടന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ.
ഒരു വേറൊരു വണ്ടി വിളിച്ച് ഈ അതിന്റെ പുറകെ പൊക്കോളം പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പപ്പായെ കാണണം ഈ പ്രാവശ്യം വന്ന് 2 ദിവസം ഇവിടെ നമ്മുടെ കൂടെ കറങ്ങണം. അതെല്ലാവർക്കും ഉണ്ട്, എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഉണ്ട് നമുക്ക് ഇവിടെ വന്ന് 2 ദിവസം നിൽക്കണം കറങ്ങണം എന്നൊക്കെ. സാഹചര്യം ചില സമയത്ത് നോക്കത്തില്ല. എന്നാലും ഭയങ്കര വിഷമത്തോടെ എന്ന് വിളിച്ചു വരാൻ പറ്റിയില്ല സിന്ധുമായി, സോറി കേട്ടോ, അടുത്ത പ്രാവശ്യം ഉറപ്പായിരുന്നൊക്കെ. അതെ, അത് കുഴപ്പമില്ല. സാഹചര്യവും സന്ദർഭം അനുസരിച്ച് വരിക, അത്രേ ഉള്ളൂ. ഇപ്പോൾ കൂടി നമുക്ക് എല്ലാത്തിനും ഓരോ സമയം ഉണ്ടായിരുന്നില്ലേ, സമയമുണ്ട്. അത് പറഞ്ഞ പോലെ എല്ലാത്തിനും സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ പോലെ. അപ്പം അവർക്ക് സൂഫിക്കൊക്കെ ഇങ്ങോട്ട് വരാനുള്ള സമയം ആയിട്ടില്ല. അതായിരിക്കും. ശരിയാ കേട്ടോ, ഓരോരുത്തരും ദൈവം തീരുമാനിക്കണം. ഇത്രയും മഴ കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നില്ലേ അല്ലേ? അതായത് ദൈവം ഓരോരുത്തർക്കും ഓരോ സമയം വെച്ചിട്ടുണ്ട്. കുറെ നാളുകൾ കൂടി ചേട്ടാ മഴ നമ്മൾ കേരളത്തിലുള്ളൂ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മഴയില്ലല്ലോ. മഴയില്ലെങ്കിൽ അതിലും വലിയ കൊടുങ്കാറ്റാണ്. പക്ഷെ അത്രയും കാറ്റടിച്ചിട്ട് മരങ്ങളോ സൗണ്ടാവും, പക്ഷെ മരങ്ങളൊന്നും ഒടിയുന്നു ഞാൻ കണ്ടില്ല. അവിടെ ഒന്നും കണ്ടില്ല. ശരിയാ, അവിടെ ഇങ്ങനെ ഒത്തിരി മരങ്ങളൊക്കെ നിൽപ്പുണ്ടല്ലോ. അവിടെ ഒരു റോഡ് സൈഡിൽ നിൽക്കുന്ന മരമൊക്കെ മറ്റേ ഈ വാഗയാണ് നിറച്ച് ചുമല പൂവൊക്കെ ആയിട്ട്. അതൊന്നും ഒടിഞ്ഞിട്ടില്ല, ഒടിയായിരിക്കട്ടെ കേട്ടോ. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കട്ടെ. നമ്മുടെ കേരളത്തിൽ കൊണ്ടല്ലോ കൊണ്ട് ഞങ്ങളുടെ ഇപ്പം നമ്മുടെ ഇപ്പുറത്തെ വീട്ടിൻ്റെ അവിടെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുക. പരപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചപ്പാത്തിലോട്ട് പോകാൻ പറ്റില്ല, റോഡിന്റെ പകുതി പോകുന്നു. വഴിപണിയുടെ ഭാഗമായിട്ട് ഇടിച്ചത് മേളിലാണ്. പക്ഷെ പോയത് വഴിപണിയുടെ താഴെയാണ്. പക്ഷെ അപ്പൊ അതൊക്കെ പണ്ട് കിട്ടിയതിന്റെ ഇതൊക്കെ ആയിരിക്കും, അങ്ങനെ സംഗതി പോയി. അതെ അതെ, വലിയ അപകടമാണ് ആ പ്രദേശമൊക്കെ. അപ്പൊ ആർക്കും പ്രകൃതിയുടെ ഇതുകൊണ്ടും പ്രകൃതിക്ഷോഭത്തിൽ നിന്നും അല്ലാണ്ട് മാരകമായുള്ള അസുഖങ്ങളിൽ നിന്നും ഒന്നും നിപ്പായോ അങ്ങനെയുള്ള ഒന്നിലും ആർക്കും ഒരു ഇതും വരാതിരിക്കട്ടെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അതേ നമുക്കൊക്കെ പറ്റത്തുള്ളൂ. ദൈവമരുന്നുകളൊക്കെ വരട്ടെ, അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓരോ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ അത്രയും ഇങ്ങനെയുള്ള വലിയ ആപത്തുകളും അപകടങ്ങളും ഒക്കെ വരുന്നിടത്ത് നമ്മളെ പിറ്റേ ദിവസം കൂടെ ജീവിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ദൈവത്തിന് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ തമ്പുരാനോട് എപ്പോഴും കടപ്പാടും നന്ദി. ജീവിതത്തിന് ഒരു ദിവസമെങ്കിലും ഒരു മൂല്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവുണ്ടല്ല. അല്ല സത്യം. നമ്മുടെ സൗകര്യം കണ്ടില്ല, 10 ദിവസമായി തപ്പാൻ തുടങ്ങിയിട്ട്. അതെ, അയ്യോ എവിടെ ചെന്നാലും നോക്കിയാലും ആ ഒരു കാര്യമാകട്ടെ ചർച്ച. സത്യം ദൈവമേ. കർണാടക ന്യൂസുകാരും നമ്മുടെ ന്യൂസുകാരും എല്ലാം അതിനകത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല അതിനകത്ത് ഇഷ്ടംപോലെ പൈസയും മുടക്കി ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രയോജനമില്ലാതെ തപ്പിയിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അവിടെ കിടപ്പുണ്ട് ലോറിയുടെ തടി, ഇവിടെ കിടപ്പുണ്ട് ലോറിയുടെ തടി. നമ്മുടെ ചാനലുകാർ നമ്മളെ പറഞ്ഞ് പറ്റിക്കോളെന്ന് എനിക്കറിയത്തില്ല, പറയുന്നുണ്ട്. പക്ഷെ ഒന്നും പോയി കാണാനൊന്നും ഈ കാണുന്ന വെറുതെ ഇത് ഞാൻ ഇത് രാമനോട്ട് ഇങ്ങനെ ചേട്ടായി വണ്ടി ഇന്നേ ഉറക്കം തെളിഞ്ഞപ്പോ ഞാൻ നോക്കിപ്പോണ്ടല്ലോ എങ്ങനെ കിട്ടിയോ, വണ്ടി കിട്ടിയോ, വണ്ടി കണ്ടോ, അർജുനെ കണ്ടോ? വീട്ടുകാർക്ക് സമാധാനം കൊടുക്കട്ടെ ദൈവമേ. ദൈവം നിരൂപിച്ചാൽ മാത്രമേ തമ്പുരാന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആർക്കും പറ്റത്തില്ലാത്തൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെക്കാരായ നമ്മുടെ ആരും അല്ലാത്ത ഒരു സഹോദരൻ അല്ല. എന്നാലും നമ്മള് ജാതിയും മതവും എല്ലാം മനുഷ്യനുണ്ടാക്കുന്നത്. അപ്പൊ എല്ലാം ഒരു അതൊക്കെ ശരി തന്നെ ചേട്ടായി. എന്നാലും നമ്മളിൽ ഈ ഇത്രയും ലക്ഷങ്ങളിൽ ഒരാളായിട്ട് നിൽക്കുന്ന നമ്മള് ഇത്രയും വേദന അനുഭവിക്കുന്നു. നമുക്ക് നമ്മുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ ഇപ്പൊ എല്ലാവരും വീട്ടിലെ ചർച്ച അറിഞ്ഞിട്ട് കാര്യം. അതെ, അച്ഛന്റെ അമ്മയുടെയും ആ ഭാര്യയുടെയും കൂടപ്പുറപ്പിന്റെയും ഒക്കെ അവസ്ഥ എന്നായിരിക്കും അറിയത്തില്ലുണ്ട്. ദൈവമേ, അവർക്ക് സഹിക്കാനായിട്ടുള്ള ശക്തികളുണ്ട്. ഇതിപ്പോൾ 2-3 വീഡിയോക്കകത്ത് ആവർത്തിച്ചു. പക്ഷെ ഇത് തന്നെയാണ് നമ്മുടെ ഒരു ചർച്ചാ വിഷയം കേട്ടോ. അതുകൊണ്ട് അറിയാണ്ട് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഇതായിട്ട് തോന്നിയിട്ടുണ്ടോ എല്ലാവരും ക്ഷമിച്ച് കളയാം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കൂടി പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. പിന്നെ വന്നാൽ ഇച്ചിരി ബീഫ് കഴിക്കുക. ബ്രെഡ് മേടിച്ചിട്ട് പറഞ്ഞത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് യാതൊരു ഇല്ല, കോംപ്രമൈസ് ഇല്ല. എന്താ വെച്ചാൽ കപ്പയില്ല, അതുകൊണ്ടാണ്. കപ്പയും ചക്കയൊന്നും ഇല്ല, അതുകൊണ്ടാണ് വെറുതെ ഒരു ബ്രെഡ് മേടിച്ചിട്ട് പറഞ്ഞത്. ഏതായാലും നല്ല കാര്യം. അപ്പം പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം. വണക്കം.